നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. പൊതുവെ നോക്കുകയാണെങ്കിൽ ചതയം നക്ഷത്രജാതർക്ക് വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളാണ് ജൂൺ മാസം കാണുന്നത്. എങ്കിലും ഗുണദോഷ സമ്മിശ്രമായി നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുവാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും തടസ്സപ്പെടുന്നതാണ്. തൊഴിൽ രംഗത്ത് പലവിധ പ്രയാസങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യത കാണുന്നു. ധനപരമായ നഷ്ടവിഷമതകൾ വർദ്ധിച്ചേക്കാം. കർമ്മമണ്ഡലത്തിൽ അസ്വസ്ഥതകളും പ്രയാസങ്ങളും വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. വിദ്യാർത്ഥികൾ അതീവ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ പരാജയത്തിന് തന്നെയുള്ള സാധ്യത കാണുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ പ്രതികൂലമായ സ്ഥാനചലനമുണ്ടാകുവാൻ സാധ്യത. വ്യാപാര രംഗത്തുള്ളവർ നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടമ്മമാരായ സ്ത്രീകൾക്ക് അകാരണമായ മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്നതിനും പലവിധ പ്രയാസങ്ങൾക്കും സാധ്യത കൂടുതലാണ്. കുടുംബത്തിനുള്ളിൽ തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും അധികമാകാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ സംഭാഷണത്തിലും പെരുമാറ്റത്തിലും മിതത്വം ശീലിക്കുന്നത് നന്നായിരിക്കും. ഇനി നിങ്ങൾ നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള സാധ്യത കാണുന്നു. അത്ര പെട്ടെന്നല്ലെങ്കിലും നിങ്ങൾക്ക് ധനപരമായി വളരെയധികം നേട്ടങ്ങൾ ക്രമേണ കൈവരിക്കുന്നതിന് കഴിയുന്നതാണ്. വിദേശയാത്ര, തൊഴിൽ എന്നിവ ആഗ്രഹിക്കുന്നവർക്കാകട്ടെ കാര്യസിദ്ധി കാണുന്നുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വളരെ പുരോഗതി നേടുന്നതിന് സാധിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കുന്നതിന് വഴിയൊരുങ്ങുന്നതാണ്. പ്രതിഭാസമ്പന്നമായ പ്രവർത്തനത്തിലൂടെ അസുലഭ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. വാസ്തവത്തിൽ ഉള്ളിൽ വളരെയധികം കഴിവുകളുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഇത് പൂർണ്ണമായി വിനിയോഗിക്കുന്നതിന് സാധിച്ചാൽ രാജയോഗ സമാനമായ അവസ്ഥ തന്നെയാണ് വന്നു ചേരുന്നത്. ശരിയായ ഈശ്വരചിന്തയോടെ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് വേണ്ടത് ചെയ്യുന്നതായാൽ സർവൈശ്വര്യ സമൃദ്ധി തന്നെ വരുന്നതാണ്. നിങ്ങൾ നവഗ്രഹ ശാന്തി നടത്തുന്നതും വളരെ ഉത്തമമായി കാണുന്നു. പലപ്പോഴും നിങ്ങൾക്ക് കർമ്മസംബന്ധമായി പലവിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നു. കടബാധ്യതകൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയാണ്. യാത്രാക്ലേശവും അലച്ചിലും വർദ്ധിക്കുന്നതാണ്. പരിശ്രമങ്ങൾ പലതും തന്നെ പാഴാകുന്നതായി അനുഭവപ്പെടുന്നതാണ്. ഉപരിപഠന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പരാജയ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടുന്ന സമയമാണ്. വാണിജ്യ, വ്യാപാര, വ്യവസായ രംഗത്തുള്ളവർക്ക് നഷ്ടങ്ങൾ വന്നു ഭവിക്കാമെന്നതുകൊണ്ട് ശ്രദ്ധിക്കണം. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ ശാസനയോ ശിക്ഷാ നടപടികളോ നേരിടേണ്ടതായി വരാം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. കുടുംബത്തിലും പലവിധ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള സമയമാണ്. സംസാരത്തിൽ വളരെയധികം ആത്മനിയന്ത്രണം ശീലിക്കുന്നത് ഉത്തമമായി കാണുന്നു. നിങ്ങളുടെ വിഷമങ്ങൾ ശരിയായി മനസ്സിലാക്കുകയും ലക്ഷ്യങ്ങൾ നേടുന്നതിന് മാർഗദർശിയാവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമായി അടുത്ത ബന്ധമുണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗുരുസ്ഥാനീയനായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അദ്ദേഹവുമായുള്ള സൽസംഗത്തിലൂടെ നിങ്ങൾക്ക് വിവിധങ്ങളായ അഭിവൃദ്ധിയും വിജയവും ഫലം. ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സ്വന്തം വൈഭവം പ്രകടിപ്പിക്കുന്നതിന് സാധിക്കുന്ന മാസമാണ്. മൊത്തക്കച്ചവടക്കാർക്ക്, സ്വയം തൊഴിൽ, ഗതാഗത സംബന്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടവർക്കും അപ്രതീക്ഷിതമായ നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ ധന ഇടപാടുകളെല്ലാം തന്നെ വളരെ ശ്രദ്ധാപുരസരം നടത്തേണ്ടതുണ്ട്. നിങ്ങളുടെ രാശിമണ്ഡലത്തിൽ അതീവ സവിശേഷമായ ഒരു താരകയോഗം കാണുന്നുണ്ട്. ആസന്ന ഭാവിയിൽ അസുലഭ നേട്ടങ്ങൾ ഇതുകൊണ്ട് ലഭിച്ചേക്കാം എന്നതിനാൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നേരിടാനായി സാധിക്കുന്നു. തൊഴിൽ രംഗത്ത് പ്രതിബന്ധങ്ങൾ, ധനനഷ്ടം, പരാജയസ്ഥിതി
എന്നിവ ഉണ്ടാകുന്നതിന് വളരെയേറെ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ തൊഴിൽ നഷ്ടം തന്നെ സംജാതമായേക്കാം. നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും നിമിത്തം പലവിധ പാളിച്ചകൾ ഉണ്ടാകുവാനുള്ള സാധ്യത. മാതൃപിതൃഭാവത്തിലുള്ളവരുടെ രോഗക്ലേശങ്ങൾ വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിലെ സ്ത്രീകൾക്ക് തങ്ങളുടെ അഭീഷ്ടങ്ങൾ സാധിക്കുന്ന സമയമാണ് ജൂൺ മാസം. ഇനി അന്യദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. കർമ്മദോഷങ്ങളും ആലോചനക്കുറവും നിമിത്തം പലവിധ നഷ്ടങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത. വിദ്യാർത്ഥികൾക്ക് തങ്ങൾ വിചാരിക്കുന്ന നിലയിൽ പുരോഗമിക്കുന്നതിന് സാധിക്കാതെ വരുന്നതാണ്. കയറ്റുമതി ഇറക്കുമതി വ്യാപാര രംഗത്തുള്ളവർക്ക് അവിചാരിത ധനനഷ്ടങ്ങൾ, അവസരനഷ്ടങ്ങൾ ഇവയുണ്ടാകും. എന്നിരുന്നാലും ശാശ്വതമായ ഒരു പരാജയഭീതി നിങ്ങൾക്കില്ലാത്തിടത്തോളം കാലം ഈശ്വരചിന്തയോടെ ജീവിതം മുന്നോട്ട് നയിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഗുണഫലാർഹമായി കാണുന്നു. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും ക്രമേണ വന്നു ഭവിക്കുന്നതായാണ് കാണുന്നത്. ശരിയായ സൽക്കർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണതയിലെത്തിയാൽ സർവൈശ്വര്യ കാര്യസിദ്ധി തന്നെ വന്നു ചേരുന്നതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും കുറച്ച് വൈകിട്ടാണെങ്കിലും നിങ്ങളിൽ വന്നു ഭവിക്കുന്നതായാണ് തെളിയുന്നത്. ജൂലൈ മധ്യം മുതൽ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. ഏതു കാര്യത്തിലും അനുകൂലമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി അനുഭവയോഗ്യമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗതി തന്നെ ജൂലൈ മാസാവസാനം നേടുവാൻ സാധിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥാനചലനമുണ്ടാകുന്നു. തൊഴിൽ രംഗത്ത് ഒരു പുതിയ പ്രവർത്തന മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിന് നിങ്ങൾ ശ്രമിക്കുന്നതായും വിജയിക്കുന്നതായും കാണുന്നുണ്ട്. ഇത് വളരെ വലിയ ഒരു മാറ്റത്തിന് തുടക്കമാകുന്നു. കലാസാഹിത്യ രംഗങ്ങളിലുള്ളവർക്ക് വലിയ അംഗീകാരങ്ങളും അവസരങ്ങളും ലഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് വിവിധങ്ങളായ പുതിയ ആശയങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നതിന് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. ഇത് കൂടുതൽ ആദായം നൽകുന്നതായാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉപരിപഠനത്തിൽ മുന്നോട്ട് പോകുന്നതിനും ഇഷ്ടപ്പെട്ട ജോലി കരസ്ഥമാക്കുന്നതിനും സാധിക്കുന്നതായാണ് തെളിയുന്നത്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഈശ്വര പ്രാർത്ഥനയാൽ സർവ ഐശ്വര്യ സമൃദ്ധി കുറച്ച് വൈകിട്ടാണെങ്കിലും വന്നു ചേരുന്നതായി കാണുന്നു. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു മഹത് വ്യക്തിയുമായുള്ള ഒരു കൂടിക്കാഴ്ച ഉടൻ തന്നെ സംഭവിക്കുന്നതിന് സാധ്യതയുണ്ട്. ഇനി സിനിമ, രാജ്യസേവനം, മന്ത്രിമാർ തുടങ്ങിയവർക്ക് ജൂൺ മാസം മധ്യം കഴിയുന്നതുവരെ കുറച്ച് അലച്ചിലുകൾക്കും കാര്യസാധ്യ തടസ്സങ്ങൾക്കും സാധ്യത കാണുന്നു. എന്നാൽ ജൂൺ ജൂലൈ മാസാവസാനങ്ങളോടെ തന്നെ ക്രമാനുഗതമായി ജീവിതാഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ദോഷഫലങ്ങൾ മാറുവാനും കർമ്മഫലങ്ങളിൽ അർഹതപ്പെട്ടത് ലഭിക്കുവാനും ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തി എള്ളുതിരി, വെടി വഴിപാട് എന്നിവ നടത്തുക. കൂടാതെ മഹാവിഷ്ണുവിന് ത്രിമധുരം വഴിപാട് നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു ജലധാര, കൂവളത്തിലമാല എന്നിവയും നടത്തുക. ജാതി മതഭേദമന്യേ അവരവരുടെ വിശ്വാസക്രമമനുസരിച്ചുള്ള ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ തന്നെ സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി
തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.